ചേട്ടാ നമസ്കാരം. നമസ്കാരം. രണ്ട് വാർത്തകളാണ് ഇന്ന് നാഷണൽ ലെവലിൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. ഒരെണ്ണം വലിയൊരു വാർത്തയാണ് കേട്ടോ. ഈ SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, ഇത് തുടങ്ങിയപ്പോൾ ചരിത്രത്തിൽ ഇന്നേ വരെയുള്ള ഏറ്റവും വലിയ ബംഗ്ലാദേശി വേട്ടയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ നടന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. BSF ആണ് പിടിച്ചിരിക്കുന്നത്. കൂടുതൽ സേന ഇറക്കിയിട്ടുണ്ട് കേന്ദ്രം എന്നറിയാൻ സാധിക്കുന്നു. ബംഗ്ലാദേശ് അതിർത്തിയിൽ 500 പേരെയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ച 500 പേരെയാണ് അവർ പിടിച്ചിരിക്കുന്നത്. നമ്മളിത് ആദ്യം പറഞ്ഞതാണ് ബിജുചേട്ടൻ. ഞാൻ ബിജുചേട്ടനോട് എനിക്ക് ഏറ്റവും വലിയൊരു ഡൗട്ടായിരുന്നു, ഈ ബംഗ്ലാദേശികളെ എങ്ങനെ നമ്മൾ പുറത്താക്കും എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ താങ്കൾ എന്ന് പറഞ്ഞത് ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയാൽ മതി, ഇവർക്ക് പിന്നെ ആനുകൂല്യങ്ങളൊന്നും കിട്ടാതെ ആകുമ്പോൾ തിരിച്ചു പൊക്കോളും എന്നാണ് താങ്കൾ എന്ന് പറഞ്ഞത്. അപ്പോഴും എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് എത്രത്തോളം സാധ്യമാകുമെന്ന്. പക്ഷേ അത് വലിയൊരു പോയിന്റ് ആയിരുന്നു. അതുപോലെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 500 പേരെയാണ് ഇപ്പോ പിടികൂടിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇവരുടെ ഭാഗത്ത് പരിശോധന നടത്തിയപ്പോൾ പാസ്പോർട്ടില്ല, ആധാർ കാർഡില്ല, പിന്നെ ഇവരുടെ കയ്യിൽ യാതൊരുവിധ രേഖകളുമില്ല എന്ന് BSFന് മനസ്സിലായി. ഇവരെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അത് മാത്രമല്ല, ഏറ്റവും വലിയ വേട്ടയാണിത്. പിന്നെ രണ്ടാമതൊരു വലിയ മൂവ്മെന്റ് ഈ സൈഡിൽ നടക്കുന്നത്, അതും ഒരു വലിയൊരു മൂവ്മെന്റ് ആണ്. അതായത് ഉത്തർപ്രദേശിൽ, നമ്മുടെ UP യിൽ യോഗി ആദിത്യനാഥ് മദ്രസകൾക്ക് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഈ മദ്രസകളിൽ ATSനെ ഇറക്കി ഇവിടെയുള്ള പുരോഹിതന്മാർ, അവിടെയുള്ള വിദ്യാർത്ഥികൾ എല്ലാവരെയും കർശനമായി പരിശോധിക്കാനുള്ള നിയമമാണ് അവിടെ കൊണ്ടുവരാൻ പോകുന്നത്. UP യിലെ പുതിയൊരു പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ മദ്രസകളിലും പഠിക്കുന്ന പുരോഹിതന്മാരും പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പൂർണ്ണ വിവരങ്ങൾ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന് കൈമാറണം എന്നുള്ളതാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന അധ്യാപകർ, മതപരിശീലകർ വ്യക്തിഗത വിവരങ്ങൾ ATS ഓഫീസിൽ കൃത്യമായി നൽകണം. വിലാസം, മൊബൈൽ നമ്പർ, ആധാർ കാർഡ് വിശദാംശങ്ങൾ എല്ലാം തന്നെ നൽകണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് വെറും ഡാറ്റാ ശേഖരണമോ സർവേയോ മാത്രമല്ല, മറിച്ച് ഏതെങ്കിലും സ്ഥാപനത്തിൽ സംശയാസ്പദമായ ഘടകങ്ങളുടെ സാന്നിധ്യം സമയബന്ധിതമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സുരക്ഷാ ഓഡിറ്റിന്റെ ഭാഗമാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചില മദ്രസകളും സ്വകാര്യ മതസ്ഥാപനങ്ങളിലും പുറത്തു നിന്നുള്ള യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ബംഗ്ലാദേശികൾ ഒരുപാട് പേര് മദ്രസകളിൽ പഠിക്കുന്നുണ്ട്. ഈ വാർത്തകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഉത്തരാഖണ്ഡിലെ പുഷ്കർ സിംഗ് ധാമി സർക്കാരിന്റെ കീഴിൽ മദ്രസകളിൽ പോയി പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ബംഗ്ലാദേശികളെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ കൂടെ ഔട്ട് ഓഫ് ദ സിലബസ് ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. അത് നമുക്ക് അവസാനം എനിക്ക് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. നമ്മുടെ കേരളത്തിലെ BLOമാര് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നല്ലോ. ഇവർക്ക് ജോലി ചെയ്യാൻ വയ്യ, ഇവർക്ക് ഇത് അട്ടിമറിക്കണം, ജോലി ചെയ്യാൻ ഇവർക്ക് വയ്യ. വലിയ വലിയ വാദങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ BLOമാർക്ക് പ്രഷറാ അത്രേ. ഇപ്പൊ ബീഹാറിൽ നടക്കുന്നുണ്ട്, ബംഗാളിൽ നടക്കുന്നുണ്ട്. അവിടെ ഒന്നുമില്ലാത്ത പ്രഷറാണ് കേരളത്തിലെ BLOമാർക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ വയ്യ. ഇവർ ഇത് അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ആ ഓഡിയോ ക്ലിപ്പുകളൊക്കെ പല മാധ്യമങ്ങളും പുറത്തു വിടുന്നുണ്ട്. അവർ പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്ത് കൊടുക്കാതെ തന്നെ ഇവരില്ല എന്നങ്ങ് എഴുതിയത് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള അട്ടിമറി സാധ്യതകളും ഇതിനകത്തേക്ക് കാണുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടെ എനിക്കൊരു ടേക്ക് വേണം താങ്കളുടെ. അപ്പൊ ആദ്യം നമുക്ക് ഈ ബംഗ്ലാദേശിന്റെയും ഉത്തർപ്രദേശിൽ നിന്നും തുടങ്ങാം. അത് നമുക്ക് ചോദ്യത്തിൽ നിന്ന് അങ്ങ് തുടങ്ങാം, ഇല്ല ചിലപ്പോൾ മറന്നു പോകും അവസാനം. സത്യത്തില് ഈ BLOമാർക്ക് ആകെ ഉള്ളത്, എന്റെ അറിവ് ശരിയാണെങ്കിൽ, വളരെ ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രമാണ് ഈ ജോലി ഉള്ളത്. അത് എക്സ്ട്രാ ഒരു 4 മണിക്കൂർ കൂടെ ഇവർ എക്സ്ട്രാ പണിയെടുക്കുന്നത്. നമുക്കറിയാം ഈ രാജ്യത്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഒക്കെ ഒരു ബാങ്ക് എംപ്ലോയി ആണെങ്കിൽ പോലും ചില നിർണായക ഘട്ടങ്ങളിൽ 12-16 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. ബാങ്ക് എംപ്ലോയിയുടെ കാര്യമാണ് പറയുന്നത്. അത്യാവശ്യം നല്ല ടെസ്റ്റൊക്കെ എഴുതി കയറിയ ഒരു ബാങ്ക് എംപ്ലോയിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാ തസ്തികയിലും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു നിർണായക ഘട്ടത്തിൽ സേവനം ചെയ്യുക എന്നുള്ളതാണല്ലോ. അല്ലാതെ ഇവരെ ആരും വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളില്ലെങ്കിൽ ഇവിടുത്തെ പണികളൊന്നും നടക്കില്ല എന്നുള്ള ജോലി കൊടുത്തതല്ല. ഇപ്പം ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ട്. അവർക്കൊന്നും ഇല്ലാതെ കൊമ്പും കൊഴിലും എന്താ കേരളത്തിലുണ്ടോ? ഈ അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയോ സംവിധാനമുണ്ട്, രാജിവെച്ച് വീട്ടിൽ ഇരുന്നൂടെ? അതല്ലാതെ അവരുടെ സേവനം ഈ രാജ്യത്തിന് അല്ലെങ്കിൽ ഈ നാടിന് കിട്ടിയില്ലെങ്കിൽ രാജ്യത്തൊന്നും സംഭവിക്കുന്നില്ല. നേരെ ചൊവ്വേ പണിയെടുക്കാൻ പറഞ്ഞു വിട്ട മന്ത്രിമാര് പണിയെടുക്കാത്ത ഈ നാട്ടിൽ അവരുടെ കീഴിലും ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്. അപ്പൊ അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര പദ്ധതിയെ തകർക്കുക എന്നുള്ളതാണ്. ഇത് വലിയ വാർത്തയാക്കുക, ഇതിൽ വലിയ ചർച്ച ചെയ്യുക, നിരാഹാരം കിടക്കുക, ഇതൊന്നും ഇപ്പൊ മൈൻഡ് ചെയ്യാറുള്ള ആരും കേരളത്തിൽ. അത് മുൻപായിരുന്നു. ഇന്ന് കേന്ദ്രത്തിനെതിരെ പോസ്റ്റ് ഇട്ടാൽ പോലും ഒരു പട്ടിയും മൈൻഡ് ചെയ്യാത്ത സാഹചര്യം. കാരണം ജനത്തിന് ഇത് കാര്യം മനസ്സിലാകുന്നുണ്ടെന്ന്. അവരൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരാണ്. ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ ഏത് വിവരം അറിയാൻ പറ്റാത്തത്? മൂടി വെക്കാൻ പറ്റുമോ എന്തെങ്കിലും? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു റോഡ് വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരെന്താ ചെയ്യുന്നത്? ഇത് ഏത് പദ്ധതിയാണെന്ന് അപ്പോഴേ തിരക്കിയെടുക്കാൻ പറ്റില്ലേ? പണ്ടതല്ലായിരുന്നു. ഇപ്പോഴെന്താണ് ഫ്ലെക്സിന്റെ എണ്ണം കുറഞ്ഞത് കേരളത്തിൽ? ഫ്ലെക്സ് വെക്കാൻ പറ്റില്ല. കാരണം പിന്നെ BJPക്കാരെ ഫ്ലെക്സ് വെക്കാത്തതുകൊണ്ടോ, ഇല്ലെങ്കിൽ അവന്മാര് വെച്ച് കഴിഞ്ഞ് ഇവരെല്ലാം പൊളിഞ്ഞു പോകും. അവർക്ക് ഇതിനെ കുറിച്ച് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ടോ, ഇല്ല അവർ ബോർഡ് വെക്കാത്തതുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ വന്ന പദ്ധതി ഏതിന്റെ ആണെന്ന് അറിയാം. കേന്ദ്രത്തിന്റെ ആണോ കേരളത്തിന്റെ ആണോ എന്ന് അറിയാൻ പറ്റും.
അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ വലുതായിട്ട് ഫ്ലെക്സ് ഒന്നും വെക്കാത്തത്. അപ്പൊ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. SIR നടക്കുക തന്നെ ചെയ്യും. ഇനി BLOമാർ തലകുത്തി നിന്നെന്നോ ഇനി അവർ പണി നിർത്തിയെന്നോ ഇനി രാജിവെച്ച് പോയെന്നോ പറഞ്ഞാൽ ഈ രാജ്യത്ത് നടക്കാനുള്ളത്, ഈ രാജ്യത്തിന് നിയമമാണ്, അതൊന്നും മാറ്റാനും മാറാനൊന്നും പറ്റില്ല. ഇച്ചിരി നേരം കൂടുതൽ പണിയെടുക്കും, ഇതിനകത്തൊന്നും അതൊന്നും ന്യായമുള്ള കാര്യമാണോ പറയുന്നത്? ഈ ലക്ഷക്കണക്കിന് പേര് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കുമ്പോഴാണ് തൊഴിലെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടവര് ഞങ്ങൾക്ക് അമിത പണിയാണ്. ഇത് ഇപ്പോൾ ഇന്നലെ തുടങ്ങിയതല്ല, കുറെ നാളായിട്ട് തുടങ്ങിയതാണ്. ബേസിക്കലി എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, പണിയെടുക്കാൻ മടിയാണ് ഇവർക്ക്, അതാണ് ബേസിക് പ്രശ്നം. ഇനി ഇവർ തലകുത്തി മറിഞ്ഞാലും മറിഞ്ഞില്ലേലും SIR നടപ്പാക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. തമിഴ്നാട്ടിൽ ഇതിലും വിചിത്രമായ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. അവിടെ അങ്ങ് എഴുതി വിടുകയാണ് ഈ ലിസ്റ്റ് ഫോം പൂരിപ്പിച്ചിട്ട് ഇന്നലെ പിടിച്ചത് പറഞ്ഞത് അത് പണി നിർത്തിയേക്കാൻ പറഞ്ഞത്. അതൊന്നും നടക്കുന്ന കേസല്ലല്ലോ ഈ സാധനമൊന്നും. ഈ രാജ്യത്തിനൊരു നിയമം, ഇത് വെളിവും വെള്ളിയാഴ്ചയില്ലേ, അത് തോന്നിയ കണക്ക് എല്ലാവർക്കും എല്ലാം അങ്ങ് ചെയ്യാവും. ഇത് ഓരോരുത്തരുടെ ഓരോ രാജ്യമാണ്. അതൊന്നും ഇവിടെ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതൊന്നും വിലപ്പോകുന്നതല്ല. ഇവരിതും പറഞ്ഞ് കോടതി ചെല്ലട്ടെ. ഇവരെന്തുകൊണ്ട് കോടതി പോകുന്നില്ല? ഞങ്ങൾക്ക് പണിയെടുക്കാമല്ലോ, ഓവർലോഡാണെന്ന് പറഞ്ഞു. എന്താണ് കോടതി പോകാത്തത്? പോകില്ല. അവര് കോടതി എടുത്തിട്ട് കണ്ടമൊഴി ഓടിക്കും. പിന്നെ ഈ സോഷ്യൽ മീഡിയ അല്ലേ, അതിലൊക്കെ അവർക്ക് പോസ്റ്റ് ഇടാം, കുഴപ്പമൊന്നുമില്ല. സഖാക്കൾ ഇരുന്ന് ലൈക്ക് ചെയ്യും, ചൂടാപ്പികൾ ലൈക്ക് ചെയ്യും. അതല്ല അപ്പുറത്തേക്ക് എന്തോ നടക്കത്തില്ല ഈ നാട്ടില്. ഇതൊരു നിയമമാണ്, എല്ലായിടത്തും നടപ്പാക്കെങ്കിൽ ഇവിടെ ഉണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ചെറിയ സംസ്ഥാനം മാത്രമാണ് കേരളം. അതല്ല, കേരളത്തിനകത്തുള്ള ഒരു രാജ്യമല്ല ഇന്ത്യ, ഇല്ലെങ്കിൽ സംസ്ഥാനമല്ല ഇന്ത്യ. അതാദ്യം മനസ്സിലാക്കണം. ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ കിടന്ന് ഇത്രയും പേര് കിടന്ന് ഒച്ച കിട്ടുകൊണ്ടോ LDF DYF ചങ്ങല പിടിച്ചുകൊണ്ടോ തകരുന്നത് അല്ല രാജ്യമോ രാജ്യത്തിന്റെ ഭരണകൂടമോ. അതാദ്യം മനസ്സിലാക്കണം. 11 വർഷമായിട്ട് ഇവർക്കത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരം വെളുത്തിട്ടില്ലെന്ന് മാത്രമേ പറയണു. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. നമ്മൾ കണ്ടതല്ലേ, പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല. 2 തടങ്കൽപ്പാളയം പണിത് ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. ആദ്യം പണിത് ആസാമില, 2ാമത്തെയാണിത്. പിന്നെ നമ്മൾ കണ്ടതാണ്, മരിച്ചാൽ പോലും ദേശീയപാത ഇതുവഴി വരില്ലെന്ന്. വന്നില്ലേ? ദേശീയപാത പണി തീരാറായില്ലേ? UAPA. പിന്നെ വിഴിഞ്ഞം പദ്ധതി മരിച്ചാലും നടപ്പാക്കില്ല. കപ്പൽ വന്നില്ലേ? ലോഡ് ഇറക്കിയില്ലേ? PM ശ്രീ നടപ്പാക്കിയില്ലേ? പിന്നെ ആരോഗ്യരംഗത്ത് ബോർഡ് വെച്ചില്ലേ? റേഷൻ കട മോദിയുടെ പടമില്ലേ? മുമ്പ് ചിന്തിക്കാൻ പറ്റുമായിരുന്നു. അതൊക്കെ അപ്പം ഇതിലൊന്നും ഒരു കഥയില്ല. അപ്പൊ പിന്നെ ഈ കിടന്ന് ബഹളം വെക്കുകയും വാട്സപ്പിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കരെ സാരമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, വെറുതെയാണ് അതൊക്കെ. ഇത് നടന്നേ പറ്റൂ, നടക്കും, യാതൊരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. അത് നടക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രക്രിയക്ക് എന്നാണോ ഇലക്ഷൻ കമ്മീഷൻ അതിന് ടൈം ലിമിറ്റ് വെച്ചിരിക്കുന്നത് അത് നടക്കും. കാരണം ഒരു രാജ്യത്തിന് അങ്ങനെയാണ്, എല്ലാ രാജ്യത്തും വ്യവസ്ഥയുണ്ട് അല്ലേ? നമ്മൾ ഇവിടുത്തെ കാണിക്കുന്ന തോന്നിയ സൗദിയിൽ പോയി കാണിക്കാൻ പറ്റുമോ? റോഡിൽ കൂടെ ചിന്ന ഭിന്നം വണ്ടി ഓടിക്കാൻ പറ്റും, തലയും കുത്തി ഓടിക്കാൻ പറ്റും? ഇല്ല. അപ്പൊ ഓരോ രാജ്യത്തിനും ഓരോ നിയമമുണ്ട്. അവിടൊക്കെ ഇത് അനുസരിക്കാമെങ്കിൽ ഇവിടെ അനുസരിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ബീഹാർ കണക്കുള്ള താന്തോന്നികളുടെ നാട്ടിൽ ഇത് ഭംഗിയായി നടപ്പാക്കാമെങ്കിൽ പ്രബുദ്ധരായ കേരളത്തിൽ നടപ്പാക്കാൻ ഒരു പാടുമില്ല, ഒരു പ്രയാസവും ഇല്ല. എനിക്ക് തോന്നുന്നു വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമായിരിക്കും. വളരെ ക്ലിയർ ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്ന സംസ്ഥാനം. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ വലുതായിട്ട് മറ്റേ അന്യ രാജ്യത്തു നിന്നൊക്കെ ഉള്ളവർ ഇവിടെ കുറവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഷെയ്ഖ് ഹസീന പോയതിന് പിന്നാലെ തന്നെ അവിടെ UNS അധികാരത്തിൽ കയറിയതിനു ശേഷം തന്നെ നമ്മുടെ ഇന്ത്യയിൽ വലിയ രീതിയിൽ തന്നെ ബംഗ്ലാദേശിൽ അവരുടെ നാട്ടിലേക്ക് പോയി തുടങ്ങിയിരുന്നു. കാരണം അവർക്കൊരു അപകടം മണത്തു. കാരണം അവർക്കറിയാം ഇത് ഏത് നിമിഷവും ഇത് തങ്ങൾക്കെതിരെ ജനം തിരിയുമെന്ന്. അതിനിടയിലാണ് നമ്മുടെ സെയ്ഫ് അലി ഖാൻ എന്ന് പറയുന്ന ഒരു നടൻ, ഹിന്ദിയിലെ ഒരു നടൻ, അദ്ദേഹത്തിന് കുത്തുകിട്ടിയതിന്റെ പിന്നിൽ ബംഗ്ലാദേശികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടുത്തെ ഗ്രാമങ്ങളിലുള്ളവർ പോലും വലിയ പ്രതിഷേധവുമായിട്ട് ഈ ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ താമസിക്കുന്നിടത്ത് ചെല്ലാനും ആക്രമിക്കാനും ഒക്കെ തുടങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അന്നു മുതലേ ഇവർ കുറെ അധികം പേര് പലായനം ചെയ്തു. പുതിയതല്ല, ബാക്കി അവശേഷിക്കുന്നവരാണ് ഇവിടെ. അവർക്ക് നന്നായിട്ട് അറിയാം ഈ നിലനിൽപ്പില്ല. കാരണം അവര് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ അവരെ സംരക്ഷിക്കാൻ ആരുമില്ല. സുഡാപ്പി ചാനലുകൾ പോലും ഒന്നും മിണ്ടാത്ത അവസ്ഥയാണ്, കാരണം ഒന്നും മിണ്ടാനില്ല. അപ്പൊ ഇങ്ങനെ പോകുന്നു. ഇന്നലെ വേറൊരു ഇത് വന്നിട്ടുണ്ട്, ഉത്തരവ് വന്നിട്ടുണ്ട് കേന്ദ്രത്തിന്. കണ്ട സർക്കുലർ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചാനലിൽ കൂടെ പറഞ്ഞ വലിച്ചു കീറിക്കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടെററിസ്റ്റുകളെ വെള്ളപൂശുന്ന തരത്തിലോ ഇല്ലെങ്കിൽ അതിന്റെ സാധനങ്ങളോ എന്തെങ്കിലും, നമ്മുടെ ന്യൂസ് ചാനലുകൾ ഇന്ന് ഫസ്റ്റ് വാർത്ത അതായിരുന്നു, കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ട്രിക്റ്റ് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം ഇവർ നടത്തുന്ന ഉടായ്പെന്ന് പറഞ്ഞാൽ SIR തകിടം മറിക്കാനാണ്. ഇവർ തലകുത്തി മറിഞ്ഞാൽ നടക്കാത്തൊരു കാര്യമാണ്. കേരളത്തിന്റെ ഒരു 20 MP അവിടെ ഭരിക്കുന്നവർക്ക് അത് നന്നായി നടപ്പാക്കാൻ അറിയാവുന്ന കപ്പാസിറ്റി ഉണ്ടെന്ന് അവർ പലവട്ടം തെളിയിച്ചു. 11 വർഷം കൊണ്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദി കയറുമ്പോൾ 77 എയർപോർട്ടാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 148 എയർപോർട്ട് ഉണ്ട്.
നേരെ ചൊവ്വേ റോഡില്ലായിരുന്നു. ഇന്ന് തെക്ക് വടക്ക് പോകാൻ നല്ല റോഡുണ്ട്. കുടിവെള്ളം എങ്ങും എത്തിയിട്ടില്ലായിരുന്നു. ഇന്നുണ്ട്. 12 കോടി ശൗചാലയം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ 50 കോടി പേർക്ക് രാവിലെ വെളിക്കിറങ്ങാനുള്ള ഇടമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെറും 11 വർഷം കൊണ്ടാണ്. അങ്ങനെ ഒരു മനുഷ്യനെയാണ് അവര് ബീഹാറിലായാലും ഈ പറയുന്ന മധ്യപ്രദേശിലായാലും ഒക്കെ തോറ്റുപോകുമെന്ന് പറഞ്ഞ ഹരിയാനയിൽ വരെ ജനം ജയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്കുള്ള വിശ്വാസവും ഇതും കൊണ്ടാണ്. അതല്ലാതെ ഇവിടെ കിടന്ന് കുറെ പേര് തുള്ളിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇത് പൊളിറ്റീഷ്യൻസിന് അറിയാം, ഇത് നടപ്പാകുന്നതാണെന്ന് അറിയാം. ബലം പിടിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താണ്, ഫണ്ട് കൊടുക്കാറില്ല. ഇല്ലെങ്കിൽ അവരുടെ സ്കീം അനുസരിച്ച്, അവരുടെ മാനദണ്ഡം അനുസരിച്ച് കേന്ദ്ര പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല, ഫണ്ട് കൊടുക്കുന്നില്ല. പണ്ട് അങ്ങനല്ലായിരുന്നു, ഫണ്ട് കൊടുക്കുമായിരുന്നു. ഇപ്പൊ കൊടുക്കുന്നില്ല. അതായത് ഇപ്പൊ ഒരു ഫെഡറൽ സംവിധാനമല്ലേ ഇത്, കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന പദ്ധതിക്ക് അവരുടെ പേര് PM ശ്രീ എന്നൊരു പേര് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? നരേന്ദ്രമോദി എന്നല്ലല്ലോ കൊടുക്കുന്നത്, പ്രധാനമന്ത്രി എന്നല്ലേ കൊടുക്കുന്നത്. നാളെ നരേന്ദ്രമോദി പോയിട്ട് രാഹുൽ ഗാന്ധി വരികയാണെങ്കിലും അദ്ദേഹവും പ്രധാനമന്ത്രി എന്നല്ലേ അറിയപ്പെടുന്നത്. ആ സ്കീമല്ലേ കൊടുക്കുന്നത്, വീട് കൊടുക്കുന്നതായാലും എന്തായാലും. അപ്പം ഈ വാശി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇവർക്ക് മുട്ടി ജയിക്കാൻ പറ്റുന്ന ഒരു മുതലല്ല കേന്ദ്രത്തിൽ ഇരിക്കുന്നത് എന്നുള്ളൊരു ഒരു ധാരണ ഉണ്ടാകണം. ആ ധാരണ ഇടതുപക്ഷക്കാർക്ക് നന്നായിട്ടുണ്ട്. പക്ഷെ അത് ഇല്ലാത്ത കുറെ പേരുണ്ട്. അവരാണ് ഇവരെ കുത്തിയിളക്കുക. ഇടതുപക്ഷത്തിന് നല്ല ധാരണയുണ്ട്, ഇവരുമായി മുട്ടി ജയിക്കാൻ കഴിയില്ലെന്ന്. മുട്ടി ജയിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്ന് ഇടതുപക്ഷം BJPക്കെതിരെ വലിയ വലിയ സംഭവങ്ങൾ വെച്ചാൽ. അതാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ UP-യിലടക്കം മദ്രസകൾ കേന്ദ്രീകരിച്ച് റെയ്ഡുകൾ നടക്കുന്നുണ്ട്. അപ്പോ UP-യിൽ ഒരു വർഷം മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു, ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, ഈ UP-യുടെ ബോർഡറിൽ, നേപ്പാളുമായി ചേർന്ന് നടക്കുന്ന ബോർഡറിലൊക്കെ അനധികൃതമായി ഒരുപാട് മദ്രസകൾ ഉയർന്നു വരുന്നുണ്ട്. അതിലൊക്കെ ധാരാളം പേര് താമസിക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് എങ്ങനെയാണ് ഈ മദ്രസകൾ വന്നതെന്നൊരു അന്വേഷണം അന്ന് തന്നെ ഇന്റലിജൻസ് വൃത്തങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. ഇത് തന്നെ ഉത്തരാഖണ്ഡിലും ഉണ്ടായിരുന്നു. പെട്ടെന്ന് മദ്രസകൾ വരുന്നു, പള്ളികൾ വരുന്നു, പെട്ടെന്ന് തന്നെ ഒരുപാട് ജനസംഖ്യ അവിടെ പെട്ടെന്ന് വർദ്ധിക്കുന്നു. ജനസംഖ്യ വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് സാമാന്യം എല്ലാവർക്കും അറിയാം അല്ലെ. ഒരു കുട്ടി ജനിക്കണം, ആ കുട്ടി വളരണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ 10-30 വയസ്സുള്ളവരൊക്കെ ഉടലെടുക്കുകയാണ്. ഈ എന്താണ് നമ്മുടെ ഈ പുരാണത്തിലൊക്കെ പറയുന്ന മുകളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയാണ് ഓരോ ആളുകൾ. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ബഹുഭൂരിപക്ഷം പേരും ബംഗ്ലാദേശിൽ നിന്നും മറ്റുള്ളവരാണ്. അപ്പം ഇതിന്റെ അന്വേഷണം പോയപ്പോൾ UP-യിലുള്ള മസ്ജിദുകളുടെ കമ്മിറ്റി ഉണ്ട്. മസ്ജിദുകളുടെ കമ്മിറ്റി പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതിൽ അറിവില്ല, കാരണം ഞങ്ങളൊക്കെ ഈ മദ്രസയും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികം ഒരു വലിയ പ്രശ്നമാണ് ഇത് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ. ഞങ്ങൾക്ക് അവർക്ക് യതീംഖാനകളൊക്കെ ഉണ്ട്, അനാഥാലയങ്ങളൊക്കെ, അത് നടത്തിക്കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഫണ്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങളും സംശയിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് ഇവര് നിമിഷ നേരം കൊണ്ട് ഇത്ര മനോഹരമായിട്ടുള്ള മദ്രസകളും മസ്ജിദുകളും ഒക്കെ കെട്ടുന്നത് എന്നുള്ളത്. അപ്പൊ നടപടി അങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഈ പള്ളി ആയാലും ക്ഷേത്രമായാലും ഇല്ല പഞ്ചായത്തായാലും ഒക്കെ ആ മേഖലയുമായി ബന്ധപ്പെട്ടവരുടെ ഒരു കണക്ക് അവരുടെ പക്കലുണ്ടാകും അല്ലെ. ഇപ്പൊ മസ്ജിദ് ആണെങ്കിൽ ആ പള്ളിയിൽ വരുന്നവരുടെ കണക്കുണ്ടാകും, ക്രിസ്ത്യൻ പള്ളി ആണെങ്കിൽ അവരുടെ കണക്കുണ്ടാകും, ഹിന്ദുക്കളുടെ മറ്റുമൊക്കെയാണ് പഞ്ചായത്തിലും മറ്റുമൊക്കെ ചില നമുക്ക് അതിന്റെ കണക്കുകൾ കിട്ടും. അപ്പൊ ഇത് അവരുടെ ലിസ്റ്റിൽ വരുന്നതല്ല ഇത്, കാരണം അവർക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും വരുന്നത്. അങ്ങനെ വന്നതെല്ലാം പൊളിച്ച് ദൂരെ കളഞ്ഞു. കുറെ എണ്ണം അവിടുന്ന് പിടികൂടി, കുറെ എണ്ണം അവിടുന്ന് രക്ഷപ്പെട്ടു. അവർ നേപ്പാൾ ബോർഡറിലേക്കാണ് പോയത്. നേപ്പാൾ ഇതിനും ഭീകരമായ രീതിയിലാണ് നേപ്പാളിന്റെ അകത്ത് ഇതുകൾക്ക് പെട്ടെന്ന് ഉയർന്നു വരുന്നത്. അപ്പം ഉത്തരാഖണ്ഡിലും ഇതേ കാര്യം തന്നെ ചെയ്തു. ബീഹാറിൽ, ജാർഖണ്ഡില് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ ഒരു വലിയ റെയ്ഡ് നടന്നു. അവിടുത്തെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് ഹോസ്റ്റലിൽ ABP വലിയൊരു പ്രൊട്ടസ്റ്റ് നടത്തിയായിരുന്നു. അതിന്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോളേജ് ഹോസ്റ്റൽ മുഴുവൻ ഈ അനധികൃത ബംഗ്ലാദേശി വിദ്യാർത്ഥികളാണ്. അതായത് തദ്ദേശീയരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ മുറി കിട്ടുന്നില്ല, മറ്റേ വിദ്യാർത്ഥികൾക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവന്മാർ വലിയ സമരവും കാര്യങ്ങളും അടിയും പിടിയും ബഹളമായി വലിയ വിഷയങ്ങളായതാണ് അത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സർക്കാർ പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുറെ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോ ബംഗ്ലാദേശിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം അനാഥനായിട്ട് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവന്റെ നാട്ടിലേക്ക് പോകുന്നതാണ്. പക്ഷെ ഇത് ബംഗ്ലാദേശിന് താങ്ങാൻ കഴിയില്ല. അതാണ് അവിടുത്തെ ഒരു വിഷയം. പ്രധാനമായിട്ട് ഇതാണ് ബംഗ്ലാദേശ് പറയുന്നത്, നിങ്ങൾ ഒരാളെ പോലും ഇങ്ങോട്ടൊക്കെ തള്ളിവിടരുത്. കാരണം ഇതിനൊരു ലീഗൽ പ്രൊസീജിയർ ഉണ്ട് ഇതിനകത്ത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ നമ്മൾ ഈ ചാനലിലൊക്കെ ആൾക്കാർ പറയും അവരെ പിടിച്ച് നാട് കടത്തിക്കൂടെ എന്ന് വെച്ചാൽ, നാട് കടത്താൻ പട്ടിയും പൂച്ചയും കൊണ്ട് കളയുന്നതൊക്കെ ചെവിക്ക് പിടിച്ചുകൊണ്ട് കളയാൻ പറ്റത്തില്ല. ഇതിനൊരു ലീഗൽ പ്രൊസീജിയർ ഉണ്ട്. അതായത് നമ്മൾ ഇവരുടെ ഒരു ലിസ്റ്റ് അവിടേക്ക് കൊടുക്കണം, ആ രാജ്യത്തിന് കൊടുക്കണം, എംബസി വഴി കൊടുത്തു കഴിയുമ്പോൾ അവർ സ്ഥിരീകരണം ഉണ്ടാക്കണം. ഈ പറയുന്നവരൊക്കെ ഞങ്ങളുടെ നാട്ടുകാരാണ് എന്ന് അവർ സ്ഥിരീകരിക്കുകയും ഓക്കെ എന്ന് പറയുകയും വേണം. ബംഗ്ലാദേശ് അത് ഓക്കെ പറയാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഇപ്പോഴുള്ളവരെ കൊണ്ട് തന്നെയാണ് യൂനിസ് പൊറുതിമുട്ടിയിരിക്കുക. ഇനി ഇവിടുന്നും കൂടെ പലായനം ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. അപ്പൊ പറ്റുന്നില്ല. അപ്പം ഈ ഒരു പലായനത്തെ ഇപ്പൊ പിടികൂട്ടിയിരിക്കുന്നത് അനധികൃതമായി പോയവരാണ്. സ്വാഭാവികമായി തന്നെ ഇനി അടുത്ത പ്രൊസീജിയർ ഇവരെ തടങ്കൽപ്പാളയത്തിലേക്ക് കൊണ്ടുപോകണം.
തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഇവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകളും മറ്റും എടുത്തിട്ട് ഇതൊരു ലോങ് പ്രോസസ്സാണിത്. പിന്നെ ഇതിനകത്ത് ഒരു സംഭവം ഇനി ഇപ്പോൾ ഒരു ചെറിയൊരു അനക്കം ഈ രാജ്യത്ത് എവിടെയെങ്കിലും തട്ടാങ്കിൽ ഇതുങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നൂണ്ടു പോകും അപ്പുറത്തോട്ട്. കാരണം നമ്മുടെ ഇന്ത്യയുടെ അതിർത്തികൾ അത്ര വിശാലമായിട്ട് കിടക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ പൊക്കോളും. ഇങ്ങോട്ട് വന്നതിനേക്കാൾ സ്പീഡിൽ തന്നെ അങ്ങോട്ട് പൊക്കോളും. ഒരുവിധപ്പെട്ടവരെല്ലാം പോയി കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലടക്കം നമ്മളിപ്പോ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ ഈ ബയ്യാമാരില്ല, ഇപ്പൊ കുറവാണ്. ഒരിടയ്ക്ക് ബയ്യാമാരെ തട്ടിവിട്ട് നമ്മുടെ കേരളത്തിൽ കൂടെ നടക്കാൻ പറ്റില്ലായിരുന്നു. ഇന്നിപ്പോ ബയ്യാമാര് വളരെ കുറവാണ്. നമ്മൾ അതൊക്കെ ഒബ്സർവ് ചെയ്യണം. ട്രെയിനിലായാലും വഴിവക്കിലായാലും ഒക്കെ ഇപ്പൊ ബയ്യാമാരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. ഇവര് വിട്ടു. നമ്മളെക്കാൾ വലിയ ബുദ്ധി ഇവർക്ക് ഇൻഫർമേഷൻ ഒക്കെ നേരത്തെ വരും, പണി വരുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു കേസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇവരെല്ലാം വിട്ടു. പിന്നെ ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ലാത്തവരും ഒപ്പം തന്നെ ഇവിടെ ഈ വീട് മേടിച്ചിട്ടവര് അല്ലെങ്കിൽ സ്ഥലം എങ്ങനെയെങ്കിലൊക്കെ വളഞ്ഞിട്ടവര് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ ഇട്ടിട്ട് പോകാനും വയ്യ. ആ ഒരു സ്ഥിതിയിലാണ് അങ്ങനെ കുറച്ചു പേര് നിൽക്കുന്നത്. ഏതായാലും 2016 നമ്മുടെ അന്നത്തെ കേന്ദ്ര സഹമന്ത്രി, ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞൊരു കാര്യം, 2 കോടിക്കടുത്ത് അനധികൃതരായിട്ടുള്ള ബംഗ്ലാദേശികളുണ്ട് ഇവിടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 കോടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഖ്യയല്ല. എനിക്ക് തോന്നുന്നത് അതിൽ കുറച്ചൊക്കെ പോയിട്ടുണ്ടാകും, കുറച്ചു പേർക്ക് ഇനി പോകാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു യുദ്ധമോ സംഘർഷമോ ഉണ്ടായാൽ ഇന്ത്യ ഒരുപക്ഷെ വളരെ ഈസി ആയിട്ട് അത് തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ലീഗലി അല്ല, ഇല്ലീഗലായിട്ട് ചിലയിടത്തൊക്കെ കണ്ണടയ്ക്കാൻ സാധ്യതയുണ്ട്. ചില അതിർത്തിയിൽ നിന്നൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ BSFന്റെ അവിടെ നിൽക്കുന്ന ജവാന്മാരോടോ അല്ലെങ്കിൽ ആ യൂണിറ്റിനോട് പറഞ്ഞാൽ മതിയല്ലോ, നിങ്ങളൊന്ന് കണ്ണടച്ചേക്കാം, അവർ പോകുന്നെങ്കിൽ അങ്ങ് പൊക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണ്ണടയ്ക്കാനും ഇവർക്ക് പോകാനും എളുപ്പത്തിൽ കഴിയും. ഇതൊക്കെ തന്നെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഈ 2 കോടി പേരെ പാർപ്പിക്കാനുള്ള തടങ്കൽ പാളയവും ഫുഡ് കൊടുക്കാനുള്ളത്, ഇപ്പൊ തന്നെ ഫുഡ് കൊടുത്താണ് നമ്മൾ കൊണ്ടുപോകുന്നെങ്കിൽ പോലും അതൊക്കെ റിസ്ക് ആണ്. അപ്പൊ അതൊക്കെ നടക്കാനുള്ള സാധ്യത കൂടുന്നുണ്ട്. സംഘർഷം ശക്തമാകും തോറും ഇതുങ്ങൾ എങ്ങനെയെങ്കിലും പലായനം ചെയ്യും. അതായത് അതിർത്തി നിൽക്കുന്ന BSF അല്ലെങ്കിൽ അതിർത്തി സുരക്ഷാ സേനയൊക്കെ ജസ്റ്റ് ഒന്ന് കാരണം ഇവന്മാർ എങ്ങനെയും പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, തലവേദന തീരുമല്ലോ. ഇപ്പൊ ഒന്ന് കണ്ണടച്ചു കൊടുക്കുമല്ലോ, അത് ഇവരെ പിടിച്ചിട്ടിട്ട് എന്ത് ചെയ്യാൻ? അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടപ്പലായനം നടക്കുമെന്ന് ഞാൻ മിനിഞ്ഞാന്നാണ് പറഞ്ഞത്, ഈ ചാനലിൽ ഇരുന്നുണ്ട്. തനിക്ക് ഓർക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഒരു കൂട്ടപ്പലായനം നടക്കും. ഞാൻ പറഞ്ഞു ഇവിടുന്ന് മാത്രമല്ല അവിടുന്ന് ഇങ്ങോട്ടും വരും, അവിടെ ഒരു വലിയ കലാപം നടന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലോട്ട് കയറാനായിട്ട്. അപ്പൊ അതുകൂടെ നോക്കിക്കൊണ്ടായിരിക്കും ഇത്. എനിക്ക് തോന്നുന്നത് ഈ പെട്ടെന്നൊരു സംഘർഷത്തിലേക്ക് പോകണ്ടെന്ന് കരുതിയിട്ടായിരിക്കണം ഈ അതിർത്തിയിൽ വെച്ച് ഇവരെ പിടികൂടിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി ഒന്നുകൂടെ ഇവരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. പിടികൂടുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരണപ്രളമായിരിക്കും. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ മേലാത്തൊരു സാഹചര്യം കൂടി വരും. പക്ഷെ ഇത് ചെറിയതൊന്നുമല്ല. മഹാരാഷ്ട്രയിലൊക്കെ വലിയ രീതിയിൽ തന്നെയുണ്ട്. മഹാരാഷ്ട്ര, വടക്കിഴക്കൻ സംസ്ഥാനം, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ബീഹാർ, ജാർഖണ്ഡ് മേഖലകളിലൊക്കെയാണ് ഇവർ വളരെ ശക്തം. പിന്നെ ദക്ഷിണേന്ത്യയിൽ കർണാടകത്തിലും തമിഴ്നാട്ടിലും കേരളത്തിലും വളരെ ശക്തമായിട്ട് പോകുന്നു. കാരണം ഈ ഭീകരപ്രവർത്തനം നടക്കുന്ന സമയങ്ങളിലെല്ലാം അന്വേഷണങ്ങൾ ഇത്തരക്കാരിലേക്ക് എത്തുകയാണ്. ഇതാണ് ഇതിന്റെ ഒരു കുഴപ്പം. കാരണം ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇവർക്ക് ഈസി ആയിട്ട് ഭീകരപ്രവർത്തനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം ഒരു ബോംബ് പൊട്ടിക്കഴിയുമ്പം അതിന്റെ ആദ്യത്തെ 2 ദിവസം അങ്ങാണ് ദില്ലി ബ്ലാസ്റ്റിന് ശേഷം ഇന്ത്യയിൽ 1735 പേരാണ് കസ്റ്റഡിയിലായത്. അതിൽ എത്ര പേര് അറസ്റ്റിലായിട്ടുണ്ടെന്ന് അറിയില്ല, കസ്റ്റഡിയിലായിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു 3 മലയാളികളുടെ കാര്യം പറഞ്ഞില്ല. അതിനുശേഷം എനിക്ക് ഒരുപാട് കോളുകൾ വന്നു. അപ്പൊ നമുക്കതൊരു സ്ഥിരീകരിക്കാത്തതായതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാനും കഴിയില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ 3 അല്ല അതിന് മുകളിലുള്ള ഒരു സംഖ്യ കേൾക്കാനുള്ള സാഹചര്യമുണ്ട്.